ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനമായിട്ടാണ് വരുന്നത്. ഞാൻ തന്നെ കണ്ടുപിടിച്ച് ഞാൻ തന്നെ പരീക്ഷിച്ച് സക്സസ് ആയ ഒരു റെസിപ്പിയുമായിട്ടാണ് വരുന്നത്, ചിരട്ട ചിക്കൻ. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 കിലോയിലും കുറച്ചും കൂടെ അധികം ഉണ്ടാകും. വീട്ടിലേക്ക് വാങ്ങിച്ചതിൻ്റെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതാ ഒന്ന് വരഞ്ഞു കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റിയും നോക്കിയിട്ട് അതിന് ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. അത് പെട്ടെന്ന് ചിലപ്പോൾ കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കുറച്ചെടുത്തത്. ഇതിലേക്ക് ഞാൻ ഗരം മസാല ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇട്ടാൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി. ഞാൻ കുരുമുളക് എനിക്ക് എരിവ് ഇഷ്ടമായതുകൊണ്ട് കുറച്ച് അധികം ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി, ഹാഫ് പോർഷൻ ഞാനത് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് നമുക്കൊരു പുളിപ്പിനും ആ മസാലയൊക്കെ പിടിക്കുമ്പോൾ ആ ചിക്കനിൽ നല്ലൊരു സോഫ്റ്റ്നെസ്സും ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഞാനൊരു ഓറഞ്ച് കൂടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു 1/4 ഭാഗം ഞാൻ ചെത്തിയെടുക്കുന്നുണ്ട്. അതും നമ്മുടെ ചെറുനാരങ്ങ പോലെ തന്നെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒഴിവാക്കിയതാണ്. അതിന് പകരമാണ് ഞാൻ ഈ ഓറഞ്ചിൻ്റെ ഫ്ലേവർ ആഡ് ചെയ്തത്. അതൊരു വെറൈറ്റി ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാൻ കുറേശ്ശെ എണ്ണ ഒഴിച്ചാണ് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്താണെന്ന് വെച്ചാൽ എണ്ണ കൂടിപ്പോയാൽ നമ്മുടെ ഇതിൻ്റെ മസാല കൂട്ട് കുറച്ച് ഓയിലി ആയിപ്പോവും, ഇത്തിരി വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ നമ്മുടെ മസാല ചിക്കനിലേക്ക് പിടിക്കാൻ ഇത്തിരി പാടുപെടും. അതുകൊണ്ടിട്ട് നമ്മൾ ആദ്യം ഒന്ന് കുഴച്ച് വീണ്ടും ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് അങ്ങനെ ഒന്ന് നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മസാല കൂട്ടെല്ലാം സെറ്റായിട്ടുണ്ട്. നന്നായിട്ടത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് പുരട്ടി കൊടുക്കണം. എല്ലാ ഭാഗങ്ങളിലേക്കും നന്നായിട്ട് പുരട്ടി എല്ലായിടത്തേക്കും നന്നായിട്ട് മസാല എത്തിക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ മസാല കൂട്ടെല്ലാം സെറ്റാക്കി അതിൽ തട്ടിപ്പൊത്തിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു 15 മിനിറ്റ് ഇരുന്ന് അത് നന്നായിട്ടൊന്ന് ചിക്കനിലേക്ക് പിടിക്കട്ടെ. അപ്പോൾ ഞാൻ വാഴ കൊണ്ട് തന്നെ മൂടി വയ്ക്കുകയാണ്. ആ സമയത്ത് നമുക്കിതിന് ചുടാൻ വേണ്ടിയിട്ടുള്ള കനൽ സെറ്റാക്കി എടുക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വിറകൊക്കെ കത്തിച്ചത് കനലായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ കുറച്ച് 2-3 പീസ് എടുത്തിട്ട് ഞാൻ വാട്ടിയ വാഴല, ചെറിയൊരു പീസ് വാട്ടിയ വാഴലയിലേക്ക് അതാക്കുന്നുണ്ട്. ഇതിനെ ഒന്ന് പൊതിഞ്ഞു കൊടുത്തിട്ട് ഇനിയാണ് നമ്മുടെ ചിരട്ടയിലേക്ക് നമ്മളാക്കാൻ പോകുന്നത്. ഇതുപോലെ ചിരട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കണ്ണ് ഞാൻ കുത്തി കളഞ്ഞിട്ടുണ്ട്. അത് ചൂട് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. അത് ചിരട്ട പൊട്ടിക്കില്ലേ, നമ്മൾ തേങ്ങ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ തന്നെ ചിരട്ട നോക്കി മാറ്റി വെക്കണം. ഉള്ളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വാഴയിൽ പൊതിഞ്ഞ് വെക്കണം. ഇനി ഞാനിത് അലൂമിനിയം ഫോയിലിലേക്ക് പൊതിയാൻ പോവാണ്. ഓക്കെ, നന്നായിട്ട് മൂടിയെടുക്കണം. വലിയ ചിരട്ടയൊക്കെ ആണെങ്കിൽ 2 കോട്ടിങ് ഈ അലുമിനിയം ഫോയിൽ ചുറ്റി കൊടുക്കണം. ഇനി ഇതാണ് നമ്മൾ കനലിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇതുപോലെ നന്നായിട്ട് ആ തേങ്ങയുടെ ഷേപ്പിൽ തന്നെ വെക്കണം. തുറന്നൊന്നും പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം നമ്മൾ ചിരട്ടയ്ക്ക് ഉള്ളിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കനലൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി കനലിലേക്ക് നമ്മുടെ ചിരട്ട ചിക്കൻ ഞാൻ വെച്ച് കൊടുക്കുകയാണ്. അത് 4 എണ്ണത്തിൽ തന്നെ എല്ലാം ചിക്കനും അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ പറ്റി. ഇനി ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരണം. അതിനായിട്ട് ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് കുറച്ചും കൂടെ വിറക് വെച്ചിട്ടൊന്ന് കത്തിക്കുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ ഒരുപാട് തീയിൽ കത്തിക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. പിന്നെ അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തത് കൊണ്ടിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ചിരട്ട കത്ത് പിടിക്കുമോ കരിഞ്ഞു പോകുമോ എന്നുള്ളൊരു ടെൻഷനൊന്നും വേണ്ട. അപ്പോൾ അതവിടെ ഇരുന്ന് വേകട്ടെ. ഒരാൾ നോക്കി നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് ആ ഒരേ സൈഡ് തന്നെ ഇരുന്നാൽ കരിഞ്ഞു പിടിക്കും. അപ്പോൾ നമ്മളിത് ഒരു പൈനാപ്പിൾ തോട്ടത്തിൻ്റെ സൈഡിലിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. വെയിലൊന്നും അങ്ങനെ അധികമായിട്ടില്ല. നമുക്കത് സുഖമായിട്ട് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയറൊക്കെ കിട്ടി. അപ്പോൾ അതിന് വേകട്ടെ, വെന്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മുടെ വിറകൊക്കെ കത്തി തീർന്നിട്ടുണ്ട്. കനലൊക്കെ ഒന്ന് ആറി തുടങ്ങി. അപ്പോൾ നമ്മുടെ ചിരട്ട ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഞാനൊന്ന് കനലിൽ നിന്ന് മാറ്റുകയാണ്. നോക്കിയൊക്കെ എടുക്കണം കേട്ടോ, നല്ല ചൂടാണ്, കൈ പൊള്ളാതെ ശ്രദ്ധിക്കണം.
ഇതാ ഞാൻ ഈ അലൂമിനിയം ഫോയിലിൻ്റെ പേപ്പർ പയ്യെ തുറന്നു കൊടുക്കുകയാണ്. നമ്മുടെ ചിരട്ടയ്ക്കൊക്കെ നല്ല കറുത്ത കളറൊക്കെ വന്നിട്ടുണ്ട്. അത് കണ്ട് പേടിക്കുകയൊന്നും വേണ്ട, ആവി കീറിയിട്ടുള്ള കളർ ചേഞ്ചാണ്. നമുക്ക് ചിരട്ട ചിക്കൻ എന്തായി എന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ തുറന്നപ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ വായിലൊക്കെ വെള്ളം വരുന്നുണ്ട്. നല്ല കളറിലൊക്കെ നന്നായിട്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ചൂടുണ്ട്, എനിക്കിത് തുറക്കാൻ ശരിക്കും പറ്റുന്നില്ല. അത് കണ്ടാൽ നല്ല സൂപ്പറായിട്ട് നമ്മുടെ ചിരട്ട ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ എല്ലാ ചിരട്ടയും പൊട്ടിച്ച് ഒരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. ഞാനതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങയും ഓറഞ്ചും സവാളയൊക്കെ അരിഞ്ഞ് നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത് കഴിക്കുമ്പോൾ ഇതിൻ്റെ പുറത്ത് കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് അതിലേക്ക് കുറച്ച് ഓറഞ്ചിൻ്റെ നീരൊഴിച്ചിട്ട് എന്നിട്ട് ഇതൊന്ന് ഇതുപോലെ ഒന്ന് കിള്ളി ഒഴിച്ച് കഴിക്കണം. അപ്പോൾ നല്ല മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. ആ ഓറഞ്ചിൻ്റെ ഫ്ലേവറൊക്കെ ശരിക്കും നമുക്ക് കഴിക്കുമ്പോൾ അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ ചിരട്ട ചിക്കൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഇനിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും അടുത്തൊരു ഐറ്റവുമായി കാണുന്നത് വരെ ബൈ ബൈ.